നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി വെറും 24 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ എങ്കിൽ എന്തു ചെയ്യും? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നാളെ ഒരു സൂര്യോദയം നിങ്ങൾ കാണില്ല. ഇത് വെറും ഒരു സങ്കല്പമല്ല. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി അടക്കി വാണിരുന്ന ദിനോസറുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. അവർ കണ്ട അവസാനത്തെ സൂര്യോദയമായിരുന്നു അത്. വെറും 24 മണിക്കൂർ കൊണ്ട് അവരുടെ ലോകം തന്നെ അവസാനിച്ചു പോയി. ഇന്ന് നമ്മൾ ആ അവസാനത്തെ ദിവസം പുനർസൃഷ്ടിക്കാൻ പോവുകയാണ്. ഓരോ മിനിറ്റിലും എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട്. ദിനോസറുകളുടെ ആ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ സംഭവം നമ്മുടെ കേരളത്തിലേക്കൊന്ന് കൊണ്ടുവരണം. ഒരു തെങ്ങിൽ നിന്ന് താഴെ വീണാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ തലയിൽ വീണൊരു ചെറിയ പരിക്ക് പറ്റാം, അത്രമാത്രം. എന്നാൽ അതേ തേങ്ങ ബഹിരാകാശത്ത് നിന്നുള്ള വേഗതയിൽ സെക്കൻഡിൽ 20 കിലോമീറ്റർ വേഗതയിൽ വന്ന് നമ്മുടെ കൊച്ചിയിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഒക്കെ പതിച്ചാലോ അത് ഒരു നഗരത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു ബോംബായി മാറും. ദിനോസറുകളെ തേടി വന്നത് ഒരു തേങ്ങയായിരുന്നില്ല. അത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയുടെ അത്രയും വലിപ്പമുള്ളൊരു ഭീകരമായ കുന്നായിരുന്നു, പാറയായിരുന്നു. അതിൻ്റെ പേരാണ് ചിക്സ്ലെപ് ആസ്ട്രോയിഡ്. അതിൻ്റെ ശക്തി എന്തായിരുന്നിരിക്കണം? ആ അവസാനത്തെ ദിവസത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആ ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകണം. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിലേക്ക്. അന്നത്തെ ഭൂമി ഇന്നത്തെ പോലെയേ ആയിരുന്നില്ല. നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു അന്യഗ്രഹം പോലെയായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഭൂഖണ്ഡങ്ങൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. ഇന്ത്യ ഒരു ഒറ്റപ്പെട്ട ദ്വീപായി സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്നു. ധ്രുവങ്ങളിൽ മഞ്ഞില്ലാതിരുന്നത് കൊണ്ട് കടൽ ഇന്നുള്ളതിനേക്കാൾ 100 കണക്കിന് അടി ഉയരത്തിലായിരുന്നു. കേരളത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങൾ പോലും ഒരുപക്ഷെ അന്ന് കടലിനടിയിലായിരുന്നിരിക്കണം. അന്നത്തെ കാലാവസ്ഥ ഒരു ഭീമൻ ഗ്രീൻ ഹൗസ് പോലെയായിരുന്നു. എല്ലായിടത്തും ചൂടും ഈർപ്പവും. പുൽമേടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം എങ്ങോട്ട് നോക്കിയാലും ഇടതൂർന്ന ഭീമാകാരന്മാരായിട്ടുള്ള കാടുകൾ മാത്രം. വായുവിൽ ഓക്സിജൻ്റെ അളവ് ഇന്നത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു, ഏകദേശം ഒരു 30%. ഇത് ജീവികൾക്ക് ഭീമാകാരമായിട്ടുള്ള വലിപ്പം നൽകി. ചുരുക്കി പറഞ്ഞാൽ നനഞ്ഞ മണ്ണിൻ്റെയും പൂക്കളുടെയും മണമുള്ള ജീവൻ തുടിക്കുന്ന ഒരു പർദീസ. ഈ ലോകത്തിലെ രാജാക്കന്മാരായിരുന്നു ദിനോസറുകൾ. അത് അവരുടെ സുവർണ കാലഘട്ടമായിരുന്നു. വടക്കേ അമേരിക്കയിൽ ഒരു 2 നില കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള ടീറക്സ് എന്ന ഭീകരൻ ഇര തേടി നടന്നിരുന്നു. അതിൻ്റെ ഇരകളോ 3 കൊമ്പുകളുള്ള ട്രൈസെറാടോപ്സും. ശരീരമാസകലം പടച്ചട്ടയണിഞ്ഞ അങ്കിലോസോറസും അതിൻ്റെ ഇര തന്നെയായിരുന്നു. ആകാശം പോലും അവരുടേതായിരുന്നു. ഇന്നത്തെ ഒരു ചെറിയ വിമാനത്തിൻ്റെ അത്രയും ചിറക് വിരിയുള്ള ടെറോസോറുകൾ ആകാശം ഇങ്ങനെ അടക്കി വാണിരുന്നു. കടലിലോ അതിഭീകരന്മാരായിട്ടുള്ള മെസാസോറുകൾ. അതൊരു പൂർണ്ണതയുള്ള ലോകമായിരുന്നു. തകർച്ചയുടെ വക്കിലൊന്നും ആയിരുന്നില്ല, മറിച്ച് അതിൻ്റെ പ്രതാപത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ലോകം. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെയായിരുന്നു അത്. പക്ഷേ ആ നിമിഷം ഭൂമിയുടെ അന്തരീക്ഷത്തിനും അപ്പുറം കോടിക്കണക്കിന് വർഷങ്ങളായി ഒരു യാത്രക്കാരൻ ഭൂമിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി. അതായിരുന്നു ചിക്സ്ലൂപ് ആസ്ട്രോയിഡ്. അതിൻ്റെ വേഗത നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സെക്കൻഡിൽ 20 കിലോമീറ്ററോളം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എത്താൻ വേണ്ടി വെറും 30 സെക്കൻഡ് മതി. ആ വേഗതയിൽ വരുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള വായുവിന് പോലും മാറിപ്പോകാനുള്ള ടൈം കിട്ടില്ല. വായു ഞെക്കി ഞെരുങ്ങി സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ള പ്ലാസ്മയായി മാറും. അതിൻ്റെ ഊർജം ഭീകരമായിരുന്നു. ഹിരോഷിമയിൽ ഇട്ടതുപോലത്തെ ആറ്റം ബോംബിൻ്റെ 1000 കോടി ബോംബുകൾ ഒരേ സമയം ഒരിടത്ത് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യം. പക്ഷേ നാശം വിതച്ചത് അതിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല, അതിൻ്റെ കൃത്യത കൊണ്ടുകൂടിയായിരുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നത് അത് വന്നിടിച്ചത് സംഭവിക്കാവുന്നതിലെ ഏറ്റവും മോശമായൊരു സ്ഥലത്തായിരുന്നു എന്നാണ്. അതും ഏറ്റവും മോശമായ ആംഗിളിൽ. ഇന്നത്തെ മെക്സിക്കോയിലെ യുക്കാറ്റൻ പെനിൻസുലയിൽ ഏകദേശം 60 ഡിഗ്രി ചരിഞ്ഞാണ് അത് ഭൂമിയിൽ വന്ന് പതിച്ചത്. ആ ചരിഞ്ഞ ഇടി കാരണം ഭൂമിയിലെ കോടിക്കണക്കിന് ടൺ പാറയും മണ്ണും വിഷവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ചിതറിത്തെറിച്ചു. ആ സ്ഥലത്തെ പാറകളിലാണെങ്കിൽ സൾഫർ അഥവാ ഗന്ധകം, മലയാളത്തിൽ ഗന്ധകം എന്ന് പറയും, ഇത് ധാരാളമായിട്ട് അടങ്ങിയിരുന്നു. ഈ സൾഫറാണ് പിന്നീട് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ പ്രധാനപ്പെട്ട കാരണക്കാരനായി മാറുന്നത്. ഇനി നമുക്ക് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഇടി നടന്ന നിമിഷം T-0, ആദ്യത്തെ കുറച്ചു സെക്കൻഡുകൾ. ആ ആസ്ട്രോയിഡും അത് വന്നിടിച്ച സ്ഥലത്തെ ഭൂമിയുടെ ഒരു വലിയ ഭാഗവും സത്യത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല, അത് ആവിയായിട്ട് പോവുകയായിരുന്നു. ഏകദേശം 1000 കിലോമീറ്റർ ചുറ്റളവിലുള്ള സകലതും ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. മണ്ണ്, വെള്ളം, ദിനോസറുകൾ എല്ലാം സൂര്യനേക്കാൾ ചൂടുള്ള പ്ലാസ്മയായിട്ട് മാറി. നിങ്ങൾ ആ ഇടിയുടെ എവിടെയെങ്കിലും അടുത്തുപോയി നിൽക്കുകയായിരുന്നുവെങ്കിൽ അതിൻ്റെ ശബ്ദം ചെവിയിലെത്തുന്നതിന് മുമ്പേ നിങ്ങൾ മരിച്ചിരിക്കും. വേദനയില്ലാത്ത, കാര്യം തിരിച്ചറിയാത്തൊരു എക്സ്റ്റിങ്ഷൻ. മിനിറ്റുകൾക്കുള്ളിൽ ആഘാതത്തിൻ്റെ അലയൊലികൾ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ആദ്യം എത്തിയത് ഷോക്ക് വേവാണ്.
മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വായുവിൻ്റെ ഒരു മതിൽ. അത് 2000 കിലോമീറ്റർ ദൂരെയുള്ള കാടുകളെപ്പോലും പേപ്പർ പോലെ ചുരുട്ടിക്കൂട്ടി. തൊട്ടുപിറകെ താപവികിരണം എത്തി. ആ പ്രദേശത്തെ താപനില 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചുയർന്നു. മണൽ ഉരുകി ഗ്ലാസായി മാറി. വായുവിന് പോലും തീപിടിച്ചു. അതിന് പുറകെ വന്നത് വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള ദുരന്തമാണ്. ആഴം കുറഞ്ഞ കടലിൽ ചെന്നിടിച്ചതുകൊണ്ട് അതൊരു ഭീകര മെഗാ സുനാമിയായിട്ട് രൂപപ്പെട്ടു. തുടക്കത്തിൽ ഒരുപക്ഷെ 1 കിലോമീറ്ററോളം ഉയരമുണ്ടായിരുന്ന ഒരു വലിയ തിരമാല അത് ഗൾഫ് ഓഫ് മെക്സിക്കോ മുഴുവൻ അടിച്ചു കയറി. ഇന്നത്തെ അമേരിക്കയുടെ ഉൾഭാഗത്തേക്ക് വരെ അത് ആഞ്ഞടിച്ചിരിക്കണം. ആ തീരങ്ങളിൽ ജീവിച്ചിരുന്നൊരു ദിനോസർ കണ്ടിട്ടുണ്ടാവുക ഭയാനകരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. കടൽ മീറ്ററുകളോളം കിലോമീറ്ററുകളോളം ഉൾവലിയുന്നു. പിന്നെ ആകാശത്തോളം ഉയരത്തിൽ ഒരു ഇരുണ്ട ജലം അതിലിങ്ങനെ അടുത്തേക്ക് വരുന്നത്. ആദ്യത്തെ സ്ഫോടനം കഴിഞ്ഞു. സുനാമി അതിൻ്റെ യാത്ര തുടങ്ങി. ഇടിയേറ്റ സ്ഥലത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ദിനോസറിന് ഒരുപക്ഷെ താൽക്കാലികമായ ഒരു ആശ്വാസം തോന്നിയേക്കാം. അപകടം കഴിഞ്ഞെന്നത് ധൈര്യപ്പെട്ടേക്കാം. പക്ഷേ അവർക്ക് തെറ്റി. യഥാർത്ഥ കൊലയാളി, ഒരു ഗ്ലോബൽ വില്ലൻ അതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് താഴെ നിന്നല്ല വന്നത്, അത് കടലിൽ നിന്നും അല്ല വന്നത്, അത് വന്നത് മുകളിൽ നിന്നായിരുന്നു. ആസ്ട്രോയിഡ് അല്ലാതെ പിന്നെന്താ മുകളിൽ നിന്ന് വരാൻ? ഭൂമിയുടെ എല്ലാ ജീവജാലങ്ങളെയും ഒരേ സമയം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നൊരു സാധനം. എന്തായിരുന്നു ആകാശത്തു നിന്നും വന്ന ഭീകരൻ? ആ ഇടിയിൽ ഗർത്തത്തിൽ നിന്ന് മുകളിലേക്ക് തെറിച്ചുപോയ കോടിക്കണക്കിന് ടൺ ഉരുകിയ പാറക്കഷ്ണങ്ങൾ ബഹിരാകാശത്തിൻ്റെ അതിർത്തി വരെ എത്തിയതിനു ശേഷം പിന്നീട് ഭൂമിയുടെ എല്ലായിടത്തേക്കും ഒരുപോലെ തിരികെ പതിക്കാൻ തുടങ്ങി. അവ തിരികെ അന്തരീക്ഷത്തിലേക്ക് കടന്നപ്പോൾ ഘർഷണം കാരണം അവയെല്ലാം കത്തിജ്വലിക്കുന്ന ഉൽക്കകളായി മാറിയിരുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, ആകാശത്ത് സൂര്യനോ ചന്ദ്രനോ അല്ല, മറിച്ച് കോടിക്കണക്കിന് ഉൽക്കകൾ ഒരേ സമയം ഇങ്ങനെ പെയ്തു വീഴുന്ന കാഴ്ച. ഒരു തീമഴ. ആകാശത്ത് നിന്നുള്ള ഈ തീമഴ കാരണം ഭൂമി ഒരു ഭീമൻ ഓവൻ പോലെ ചൂടാകാൻ തുടങ്ങി. ആ ചൂടിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഏതൊരു ജീവിയും വെന്തു പോകുമായിരുന്നു. ഏറ്റവും പ്രധാനമായി ലോകം മുഴുവൻ കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങി. വടക്കേ അമേരിക്കയിലെ കാടുകൾ മുതൽ ഇന്ത്യയിലെ വനങ്ങൾ വരെ ഒരേ സമയം നിന്ന് കത്തിയമർന്നു. ഭൂമി ഒരു തീഗോളമായി മാറി. ഇത്രയും ഭീകരമായൊരു കഥ ഇത്ര കൃത്യമായി നമുക്ക് എങ്ങനെ അറിയാം എന്ന ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടാവുക. ഇത് വെറും ഊഹങ്ങളല്ല, പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ പാറകളിൽ ഒളിപ്പിച്ചു വെച്ച തെളിവുകളാണ്. ലോകമെമ്പാടുമുള്ള പാറക്കെട്ടുകളിൽ 66 ദശലക്ഷം വർഷം പഴക്കമുള്ള അടരുകളിൽ, അതായത് 6.5 കോടി വർഷം പഴക്കമുള്ള അടരുകളിൽ ഒരു പ്രത്യേക അടയാളമുണ്ട്. ഒരു നേർത്ത കറുത്ത വര. ആ വരയിൽ ഇറിഡിയം എന്നൊരു മൂലകം വളരെ ഉയർന്ന അളവിൽ കാണപ്പെടുന്നുണ്ട്. ഇറിഡിയം ഭൂമിയിൽ വളരെ കുറവായിട്ടുള്ളൊരു റെയർ എർത്ത് എലമെൻ്റാണ്. പക്ഷേ ആസ്ട്രോയിഡുകളിൽ ഇത് സുലഭമാണ്. ലളിതമായി പറഞ്ഞാൽ അത് ആ കൊലയാളിയുടെ വിസിറ്റിംഗ് കാർഡായിരുന്നു. അവൻ ഇവിടെ വന്നിരുന്നു എന്നതിന് അവൻ ഉപേക്ഷിച്ചിട്ട് പോയ രാസപരമായ ഒരു ഫിംഗർ പ്രിൻറ്റ്. ആ കറുത്ത വരയിൽ മറ്റ് 2 നിർണായകമായ തെളിവുകളുണ്ട്: ഷോക്ക്ഡ് കോർട്സും ടെക്സറൈറ്റ്സും. ഷോക്ക്ഡ് കോർട്സ് എന്നാൽ ഒരു ആറ്റം ബോംബ് സ്ഫോടനത്തിൽ മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള അതിഭീകരമായ മർദ്ദത്തിൽ ഞെരിഞ്ഞമർന്ന മണൽത്തരികളാണ്. ടെക്സറൈറ്റ്സ് ആകട്ടെ ആകാശത്ത് നിന്ന് പെയ്ത തീമഴയുടെ തെളിവാണ്. ഇടിയിൽ ഉരുകി ആകാശത്തേക്ക് തെറിച്ച് തണുത്തുറഞ്ഞ് ഗ്ലാസ് ഗോളങ്ങളായി തിരികെ ഭൂമിയിൽ പതിച്ചവയാണവ. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവ് വരുന്നത് അമേരിക്കയിലെ നോർത്ത് ഡക്കോട്ടയിലുള്ള ടാനിസ് എന്ന ഫോസിൽ സൈറ്റിൽ നിന്നാണ്. അത് ആ ദുരന്തത്തിൻ്റെ ഒരു ഫോട്ടോ പോലെയാണ്. ആ ഇടി കഴിഞ്ഞ് ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ ഒരു സുനാമിയിൽപ്പെട്ട് മണ്ണിനടിയിലായ മീനുകളുടെയും ദിനോസറുകളുടെയും ഒരു കൂട്ടം ആ മീനുകളുടെ ചെകിളപ്പൂക്കൾക്കുള്ളിൽ ആകാശത്ത് നിന്ന് വീണ ടെക്ടൈറ്റ്സ് എന്ന ഗ്ലാസ് ഗോളങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ ഭീമൻ സുനാമിയിൽപ്പെട്ട് മരിക്കുന്നതിന് മുൻപ് അവ ശ്വസിച്ചിരുന്നത് ഇടിയിൽ നിന്നുള്ള ചാരവും തീയും കലർന്ന വെള്ളമായിരുന്നു. ഒരു ക്രൈം സീൻ ഇത്രയും വ്യക്തമായി പ്രകൃതി മറ്റൊരിടത്തും അങ്ങനെ കാത്തുവച്ചിട്ടില്ല. ആദ്യത്തെ ദിവസം അവസാനിക്കുമ്പോൾ, അതായത് 24 മണിക്കൂർ കഴിയുമ്പോൾ ഭൂമിയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ ദുരന്തം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഇമ്പാക്റ്റ് വിൻ്റർ ആയിരുന്നു. ലോകമെമ്പാടുമുള്ള കാട്ടുതീയിൽ നിന്നുള്ള പുകയും കരിയും അന്തരീക്ഷത്തിൻ്റെ മുകളിലെത്തി ഭൂമിക്ക് ചുറ്റും ഒരു കറുത്ത പുതപ്പ് പോലെ രൂപപ്പെട്ടു. ന്യൂക്ലിയർ വിൻ്റർ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഭൂമിയിൽ അണുവായുധങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വികിരണങ്ങളും മറ്റും കറുത്ത പുകയായിട്ട് ഭൂമിക്ക് മുകളിൽ പോയിട്ട് അത് സൂര്യനെ മറയ്ക്കും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ വിൻ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ന്യൂക്ലിയർ ആഷസ് എല്ലാം പെയ്തിറങ്ങി ജീവികളില്ലാതാകും. ഇതുപോലെയാണ് ആസ്ട്രോയിഡ് ഇടിക്കുമ്പോഴുള്ള ഇമ്പാക്റ്റ് വിൻ്റർ. ഇത്തരത്തിൽ ഇമ്പാക്റ്റിലൂടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങളും മറ്റും സൂര്യപ്രകാശത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്തും. ഭൂമിയെ ഒരു അവസാനിക്കാത്ത രാത്രിയിലേക്ക് ഇത് കൂപ്പുകുത്തിക്കും. സൂര്യപ്രകാശമില്ലാതെ വന്നതോടെ പ്രകാശ സംശ്ലേഷണം നിലച്ചു. ഭൂമിയിലെ ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമായിട്ടുള്ള സസ്യങ്ങൾ കൂട്ടത്തോടെ നശിക്കാൻ തുടങ്ങി. ഇതൊരു ഗ്ലോബൽ ടെമ്പറേച്ചറിനെ ഭീകരമായിട്ട് ബാധിച്ചു. ഇടിയുടെ ആഘാതത്തിലെ ആദ്യത്തെ കുറേ സമയങ്ങളിൽ ചൂടുള്ള ഗ്രഹമായിട്ട് ഉരുകിയൊലിക്കാൻ തയ്യാറായി നിന്നിരുന്ന ഭൂമി പെട്ടെന്നൊരു ഫ്രീസറിലേക്ക് ഇട്ടതുപോലെ തണുത്തുറഞ്ഞു. ഈ ശൈത്യകാലം ഒരുപക്ഷെ വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം
നീണ്ടു നിന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം യുക്കാറ്റിനിലെ പാറകളിൽ നിന്ന് ആവിയായി പോയ സൾഫർ അന്തരീക്ഷത്തിൽ സൾഫ്യൂരിക് ആസിഡ് മഴയായിട്ട് തിരിച്ചു പെയ്യാൻ തുടങ്ങി. ഇത് പുഴകളെയും കടലിനെയും വിഷലിപ്തമാക്കി. കരയിൽ സസ്യങ്ങളില്ലാതായതോടെ അവയെ തിന്ന് ജീവിച്ച ട്രൈസെറോടോപ്സ് പോലെയുള്ള അതിജീവിച്ച ദിനോസറുകൾ പിന്നെ പട്ടിണി കിടന്ന് മരിച്ചു. അവയെ വേട്ടയാടിയിരുന്ന ടീറക്സ് പോലെയുള്ള പിന്നെ അവശേഷിച്ച മാംസഭോജികൾക്ക് കഴിക്കാൻ ഒന്നും ഇല്ലാണ്ടായി. അവസാനം അവശേഷിച്ചത് ചെറിയ എന്തും തിന്ന് ജീവിക്കാൻ കഴിയുന്ന ജീവികൾ മാത്രമായിരുന്നു. കണക്കെടുത്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി: ഭൂമിയിലെ 75% ജീവജാലങ്ങളും മരിച്ചു, അപ്രത്യക്ഷമായിരിക്കുന്നു. ദിനോസറുകളുടെ 15 കോടി വർഷം നീണ്ടു നിന്ന വലിയ സാമ്രാജ്യം അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ആരാണ് ഈ കൂട്ടത്തിൽ രക്ഷപ്പെട്ടത്? എന്തുകൊണ്ട്? ഇവിടെ ശക്തി ആയിരുന്നില്ല പ്രധാനം, വലിപ്പക്കുറവും ഒളിക്കാനുള്ള കഴിവുമായിരുന്നു. പറക്കാൻ കഴിവില്ലാത്ത ദിനോസറുകൾ പൂർണ്ണമായും ഇല്ലാണ്ടായി. അവയുടെ വലിയ ശരീരം തന്നെയായിരുന്നു അതിൻ്റെ മരണകാരണം. എന്നാൽ ചില ദിനോസറുകൾ രക്ഷപ്പെട്ടു. അവരെയാണ് നമ്മളിന്ന് പക്ഷികളെന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് പരിണമിച്ച് കാണുന്നത്. അവയുടെ ചെറിയ ശരീരം, വിത്തുകൾ കൊത്തിത്തിന്നാൻ കഴിയുന്ന രീതിയിൽ പരിണമിച്ച ചുണ്ടുകൾ, പറന്നു പോകാനുള്ള കഴിവ്, ഇതെല്ലാമാണ് അവയെ രക്ഷിച്ചത്. സസ്തനികളും രക്ഷപ്പെട്ടു. ഈ സംഭവം അവർക്കൊരു ലോട്ടറി ആയിരുന്നു. ദിനോസറുകൾ ഉള്ള കാലത്ത് സസ്തനികൾ എലികളുടെ വലിപ്പമുള്ള, രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്ന മാളത്തിൽ ജീവിക്കുന്ന നിസ്സാരമായ ജീവികളായിരുന്നു. ദിനോസറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രൂപപ്പെട്ട ഒരു ജീവിത ശൈലിയായിരുന്നു അത്. ഈ ദുരന്തം അവർക്കൊരു അനുഗ്രഹമായി മാറി. മാളങ്ങൾ അവരെ ചൂടിൽ നിന്നും, തീയിൽ നിന്നും, വിഷവായുവിൽ നിന്ന് രക്ഷിച്ചു. ചെറിയ ശരീരമായതുകൊണ്ട് കുറച്ച് ഭക്ഷണം മാത്രം മതിയല്ലോ അതിജീവിക്കാൻ. ഇതൊരു വീരോചിതമായിട്ടുള്ള വിജയമൊന്നുമല്ല, എങ്കിലും അതൊരു പുതിയ തുടക്കമായിരുന്നു. പ്രപഞ്ചം ഭൂമിക്കൊരു റീസെറ്റ് ബട്ടൺ അമർത്തിയതുപോലെ പുതിയൊരു കൂട്ടർക്ക് വേണ്ടി, നമ്മുടെ പൂർവികരായ കുഞ്ഞൻ സസ്തനികൾക്ക് വേണ്ടി അരങ്ങൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ആസ്ട്രോയിഡ് ദിനോസറുകളുടെ കഥ അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത് നമ്മുടെ കഥയ്ക്ക് തുടക്കമിടുകയായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന ഓരോ ഭാഷയും, നമ്മൾ പടുത്തുയർത്തിയ ഓരോ നഗരവും, നമ്മൾ കാണുന്ന ഓരോ സ്വപ്നവും, ഇതെല്ലാം സാധ്യമായത് ഒരൊറ്റ കാരണത്താലാണ്. ബഹിരാകാശത്ത് നിന്നുള്ളൊരു പർവ്വതം തെറ്റായ സ്ഥലത്ത്, എന്നാൽ ഏറ്റവും ശരിയായ സമയത്ത് വന്നിടിച്ചതുകൊണ്ടും മാത്രം. ആ ഒരൊറ്റ ദിവസം അവരുടെ ലോകം അവസാനിച്ചു. പക്ഷേ അത് നമ്മുടേത് തുടങ്ങി വെച്ചു. ഒരു തേങ്ങയുടെ വേഗത ഒരു നഗരത്തെ ഇല്ലാതാക്കുമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ എവറസ്റ്റിൻ്റെ വലിപ്പമുള്ള ഒരു പാറയുടെ വേഗത ഒരു പുതിയ ഭൂമിയെ, പുതിയ ലോകത്തെ സൃഷ്ടിച്ചിരുന്നു. അതെ, നമ്മൾ അക്ഷരാർത്ഥത്തിൽ ആ ഇടിയുടെ മക്കളാണ്. പക്ഷേ നമ്മളെ അസ്വസ്ഥമാക്കുന്നൊരു സത്യമുണ്ട്: ഈ ഭൂമി ഇപ്പോഴും ഒരു ടാർഗറ്റാണ്. ആ കോസ്മിക് ഷൂട്ടിംഗ് ഗാലറി ഇന്നും അടച്ചിട്ടില്ല.